സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ആ ഒറ്റ ദിവസം മതി നിരവധി കുടുംബങ്ങളുടെ സന്തോഷവും സമാധാനവും എന്നേക്കുമായി ചോർന്നു പോകാൻ. കാരണം മതഭീകരത മയക്കുമരുന്നിൻ്റെയും രൂപത്തിലെത്തുന്ന കാലമാണിത്. ലഹരി വിപത്തിനെതിരെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിൻ്റെതായി പലതവണ പങ്കുവെക്കപ്പെട്ട സന്ദേശം ഇപ്പോഴും ഗ്രൂപ്പുകളിൽ കറങ്ങുന്നുണ്ട്. അതിൻ്റെ തീയതിയും ദിവസവുമൊക്കെ അപ്രസക്തമായെങ്കിൽ പോകട്ടെ, പക്ഷേ കുട്ടികളുടെ ജീവിതം അങ്ങനെയല്ലല്ലോ. അതേക്കുറിച്ചുള്ള ജാഗ്രത എത്ര ആവർത്തിച്ചാലും കൈവിടാവുന്നതല്ല. മയക്കുമരുന്നെന്ന് കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ ആരെയോ ബാധിക്കുന്ന കാര്യമെന്ന നിസ്സംഗത അപകടകരമാണ്. അറിയുന്ന ഏതോ കുട്ടിയോ അയലത്തെ കുട്ടിയോ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന ചിന്തയും കുഴപ്പമായേക്കാം. കൂടെയുള്ളവർ സ്വന്തം മക്കൾ കെണിയിൽ പെട്ടുപോയത് അറിയാൻ വൈകിയ മാതാപിതാക്കളുടെ നിര ചെറുതൊന്നുമല്ല. അതിൻ്റെ നടുക്കവും നിരാശയും ഭീതിബാധയും നീക്കാൻ സ്വയം നടത്തുന്ന ന്യായീകരണം മതിയാകുകയില്ല. അങ്ങനെയൊരു അവസ്ഥയിൽ സഹായിക്കാൻ മറ്റാർക്ക് കഴിയുകയുമില്ല. പരീക്ഷകളുടെ അവസാന ദിവസം ലഹരിയും മയക്കുവസ്തുക്കളും നുണഞ്ഞ് അടിച്ചു പൊളിക്കുന്ന കൗമാര പ്രവണതയെക്കുറിച്ചാണ് ഋഷിരാജ് സിംഗ് ഓർമ്മിപ്പിച്ചത്. ആ ദിവസം കുട്ടികളെ സ്വതന്ത്രരായി സ്വന്തം നിലയ്ക്ക് ആഘോഷിക്കാൻ വിടാതെ രക്ഷിതാക്കൾ പൂർണ്ണ നിരീക്ഷണത്തിൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം രക്ഷാകർത്താക്കളോട് അതാവശ്യപ്പെട്ടത് വ്യക്തമായ തിരിച്ചറിവോടെയാണ്. കുട്ടികളുടെ വഴികളും ഗതികളും ആ ഗതികളിലെ ചതിക്കുഴികളും അവയിൽ പെട്ടുപോകുന്നവരുടെ ദുരന്തവും മനസ്സിലാക്കിയുള്ള സഹായ നീക്കം ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാൽ മതി. വിട്ടുപോരാൻ കഴിയാത്ത വിധം മയക്കുമരുന്നിൻ്റെ ആസക്തിക്ക് കീഴ്പ്പെട്ടു പോകാൻ. ചിലപ്പോൾ ഒറ്റ തവണ ഉപയോഗം മതി നിത്യമായ പതനത്തിന്. പക്വതയും തിരിച്ചറിവുമില്ലാതെ കൂട്ടുകെട്ടിൻ്റെയോ ആവശ്യത്തിൻ്റെയോ പേരിൽ ഒറ്റ തവണ മാത്രം എന്ന സങ്കല്പത്തോടെ കുട്ടികൾ കെണിയിൽ പെട്ടുപോകാം. തിരിച്ചു കയറാൻ കഴിയുകയില്ലെന്നറിയാതെ അദ്ദേഹം ഉദ്ദേശിച്ച ദിവസം പണ്ടേ കഴിഞ്ഞുപോയിരിക്കാം. എന്നാൽ ഓരോ ദിവസവും അപ്പറഞ്ഞ ദിവസം പോലെ തന്നെയാണെന്ന വസ്തുത അവശേഷിക്കുന്നു. കാരണം മയക്കുമരുന്നുമായി കുട്ടികളെ കെണിയിലാക്കാൻ ഇറങ്ങുന്നവർ ഒരു ദിവസത്തെ ശ്രമവും ലാഭവും കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു പിന്മാറുന്നവരല്ല. എല്ലാ ദിക്കിലേക്കും എല്ലായിടത്തേക്കും കിനാവള്ളി കൈകൾ നീട്ടുന്ന ഭീകര സ്വത്വമാണ് മയക്കുമരുന്നിൻ്റെ യഥാർത്ഥ ഉറവിടം. ആരുടെയോ കച്ചവടം എന്നതിനൊക്കെ വളരെ അപ്പുറത്താണ് ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ കാണാത്ത കരങ്ങൾ. മാരകമായ ആക്രമണങ്ങൾക്കും അത് നടത്തുന്ന ഭീകര സംഘങ്ങൾക്കും പണം വാരിക്കൊടുക്കാനും സ്വന്തമല്ലാത്തവരെ നശിപ്പിക്കാനും കൃത്യമായി തുടർച്ചയായും ചിലർ ആസൂത്രണം ചെയ്യുന്ന വിഷപദ്ധതിയുടെ ഭാഗമാണ് ഇത്തരം മയക്കുമരുന്ന് വിൽപ്പന. നാർക്കോ ജിഹാദ് എന്ന പേര് പോലും ഇതിനകം ചാർത്തപ്പെട്ടിട്ടുള്ള പുത്തൻ നശീകരണം. പെട്ടെന്ന് ബോധ്യം വരാത്തവർ കഴിഞ്ഞ ആഴ്ച നാവികസേന അറബിക്കടലിൽ നടത്തിയ മയക്കുമരുന്ന് വേട്ടയുടെ വാർത്ത മറന്നു തള്ളാതെ ഒരു വട്ടം കൂടി ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമാണ്. കുറച്ചൊന്നുമല്ല, 3000 കോടി രൂപയ്ക്കുള്ള 300 കിലോഗ്രാം ഹെറോയിനാണ് ശ്രീലങ്കൻ ബോട്ടിൽ നിന്ന് സേനാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. 2 മാസത്തിനുള്ളിൽ സേന പിടികൂടിയ 3ാമത്തെ മയക്കുമരുന്ന് കടത്തായിരുന്നു അത്. നേരത്തെ മാർച്ച് 7-ന് വിഴിഞ്ഞ മേഖലയിലും മാർച്ച് 18-ന് ലക്ഷദ്വീപിന് സമീപവും ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്ന് 300 കിലോഗ്രാം വീതം ഹെറോയിൻ പിടികൂടിയിരുന്നു. ലക്ഷദ്വീപിന് സമീപത്തെ വേട്ടയിൽ AK-47 തോക്കുകളും തിരകളും കൂടി പിടിച്ചെടുത്തു. ഇതെല്ലാം വന്നത് പാകിസ്ഥാനിലെ മക്രാൻ തീരത്തു നിന്ന്. അവ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് ഇന്ത്യയിലും മാലദ്വീപിലും ശ്രീലങ്കയിലും എത്തിക്കാൻ. അതായത് ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ട് തൊഴിലാളികളെ ഉപയോഗിച്ച് പാകിസ്ഥാൻ തീരത്തു നിന്ന് ഈ ഏർപ്പാട് തുടരുന്നു. ഒടുവിലത്തെ പിടുത്തത്തോടെ മയക്കുമരുന്ന് നീക്കത്തിൻ്റെ വലിയ വഴി അടച്ചെന്ന് സേനാ ഉദ്യോഗസ്ഥർ പ്രതീക്ഷയോടെ പറയുന്നെങ്കിലും അതത്ര ഉറപ്പിക്കാവുന്ന കാര്യമല്ല. കാരണം ഇത് വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നതു തന്നെ പാകിസ്ഥാൻ കടത്തുകേന്ദ്രം മാത്രമാണ്. യഥാർത്ഥ ഉറവിടം അഫ്ഗാനിസ്ഥാൻ. താലിബാൻ തീവ്രവാദികളും സർക്കാർ ഉദ്യോഗസ്ഥരും നിയമപാലകരും അധികാര ദല്ലാൾമാരും ഗോത്ര നേതാക്കൾ വരെയും ഉൾപ്പെട്ടിട്ടുള്ള ഏർപ്പാടാണ് ഓപ്പിയം കൃഷി.
ഇസ്ലാമിന് മയക്കുമരുന്നും മദ്യവും നിഷിദ്ധമാണ്. പക്ഷേ തീവ്രവാദികളെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ അവരുടെ മേൽ പ്രയോഗിക്കാവുന്ന ആയുധമാണത്. ആ നിലയ്ക്ക് അവരുടെ തല തിരിഞ്ഞ ബുദ്ധിക്കത് വിശുദ്ധമായ ആയുധമെന്ന് തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. രണ്ടു വിധത്തിലാണ് അവരത് ആയുധമായി കാണുന്നത്. പുണ്യമായി കാണുന്ന ഭീകര പ്രവർത്തനത്തിന് കൈയയച്ചു സഹായം നൽകാനായി പണം കണ്ടെത്താനുള്ള വഴി, കൂടാതെ ശത്രുക്കളുടെ തലമുറകളെ വരെ തകർക്കാൻ മയക്കുമരുന്നെന്ന വിഷത്തിനെ അടിമയാക്കുക എന്നത്. വിൽപ്പനയ്ക്കും കടത്തിലിനും ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ റിസ്ക് ഒഴിയുന്നു. പിന്നെ ലക്ഷ്യം വെച്ചിടത്തേക്ക് നീങ്ങിയാൽ മതി. അങ്ങനെ മയക്കുമരുന്ന് എത്തിക്കാൻ താലിബാൻ നേതാക്കൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഇടമാണ് ഇന്ത്യ. 3 തവണ പിടിച്ചെങ്കിൽ എത്രയോ തവണ പിടിക്കപ്പെടാതെ എത്തിച്ചിരിക്കും. ഉൽപാദനം വർദ്ധിച്ചതോടെ പരമാവധി ഉൽപ്പന്നം തള്ളിയിറക്കാനുള്ള സമ്മർദ്ദത്തിലാണ് താലിബാൻ മയക്കുമരുന്ന് കച്ചവട മേഖല. വെടിപൊട്ടിക്കാതെ വിശ്വാസ ശത്രുക്കളെ എത്രയും നാരകീയമായി നശിപ്പിക്കാവുന്ന ഈ വഴി താലിബാനും മാത്രമല്ല, മിക്ക അന്താരാഷ്ട്ര ഭീകര തീവ്രവാദ വിഭാഗങ്ങളും വളരെ പ്രിയപ്പെട്ടതായി കണ്ടെത്തി കഴിഞ്ഞതാണ്. ഇത്തരം ഭീകരർ മാത്രമല്ല, രാജ്യങ്ങളുടെ ചാര സംഘടനകളും മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ അധിക ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നു എന്ന ആരോപണവും അവഗണിക്കാവുന്നതല്ല. ആ ആരോപണം തീവ്രവാദികളുടെ മയക്കുമരുന്ന് വ്യാപാരം തീർത്തും സത്യമെന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്നു. അതെ, ഭീകരത ബോംബായും വെടിയുണ്ടയായും മാത്രമല്ല സഞ്ചരിക്കുന്നത്, അത് മയക്കുമരുന്നായും രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവയിൽ മയക്കുമരുന്ന് സമാധാന ഇടങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന തങ്ങളുടെ ഓമനകളെ കൂടി നശിപ്പിക്കുമെന്ന ഭയാനകമായ സാധ്യത മാതാപിതാക്കൾ അവഗണിക്കാതിരിക്കട്ടെ. എല്ലാ അതിശയോക്തികളാണെന്ന് കരുതാനുള്ള പ്രവണത സമൂഹത്തിനുണ്ട്. പക്ഷേ അത് കോവിഡിനോട് കാണിച്ച സൗഹൃദം പോലെ പ്രഹരം ഏറ്റുകഴിഞ്ഞു മാത്രം ബോധമുദിക്കുന്ന ഭോഷത്വമായി മാറരുതെന്നേയുള്ളൂ. ഹിന്ദു രാഷ്ട്രമോ? അത് ഏതു രാഷ്ട്രം? അങ്ങനെയൊന്നും നിലവിൽ വന്നാൽ അത് ആര് ഭരിക്കും? ഇന്ത്യ യഥാർത്ഥത്തിൽ ആരുടേതാണ്? രാജ്യത്തിൻ്റെ ഭൂതഭാവി വർത്തമാന കാലങ്ങളുടെ അവകാശം മൊത്തത്തിൽ തങ്ങൾക്കാണെന്ന് പറയുന്ന ഹിന്ദുത്വവാദികളുടേതോ? ഭാരതവർഷമെന്ന ദക്ഷിണേഷ്യൻ വിശാല ഭൂപ്രദേശം അങ്ങനെ ഏതെങ്കിലും വാദക്കാരുടെ സ്വന്തമാണെന്ന് ചരിത്രം പറയുന്നുണ്ടോ? ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന PC ജോർജിൻ്റെ ആവശ്യത്തെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കുമ്പോൾ തോന്നിപ്പോകാവുന്ന സംശയങ്ങൾക്ക് കണക്കില്ല. ഹിന്ദുത്വവാദികളുടെ ലാക്കും നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളുടെ ദുർമാതൃകകളും മാറ്റിവെച്ചാൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക മിച്ചം ലോകത്തെ ഏറ്റവും മികച്ചതോ മികച്ചവയിൽ ഒന്നോ തന്നെയാണ്. ആ നന്മയുടെ മുഖ്യ ഉറവിടം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വിശാല ഹൈന്ദവികതയാണ്. അതുകൊണ്ടാണ് മതഭ്രാന്തില്ലാത്ത ഏത് അഹൈന്ദവരും ഇവിടെ ജനിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ മരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഹിന്ദു രാഷ്ട്രം എന്ന ആശയം ചുമക്കുന്ന ഹിന്ദുത്വവാദികളുടെ രാഷ്ട്രീയ ലാക്ക് ഇനിയും മാഞ്ഞു പോകാത്ത ബ്രാഹ്മണാധിപത്യത്തിൻ്റെയും മതമേൽക്കോയ്മയുടെയും സാർവത്രീകരണവും ദൃഢീകരണവുമല്ലേ? ഇവ രണ്ടുമല്ല പുരാതന ഭാരതത്തിൻ്റെ സർവകാല മുഖമെന്നാണ് ചരിത്രം പറയുന്നത്. BC 2300-നും 1500-നും ഇടയ്ക്ക് സിന്ധു നദീതടത്തിലാണ് ഹിന്ദു മതം രൂപപ്പെട്ടതെന്ന് ചരിത്ര പഠിതാക്കൾ പൊതുവെ കരുതുന്നു. ഹിന്ദുത്വവാദികൾ പറയുന്നത് ഹിന്ദുമതം എന്നും ഉണ്ടായിരുന്ന സനാതന മതമെന്നാണ്. സിന്ധു തടവുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ എന്ന പേര് വൈദേശികർ നൽകിയതിനാൽ വേദകാലം മുതലുള്ള മതവിശ്വാസത്തെ ചരിത്രകാരന്മാർ ഹൈന്ദവികത എന്ന് വിളിച്ചു. അതിനാൽ തുടക്കം മുതലുള്ളതും ബ്രാഹ്മണ്യ മേൽക്കോയ്മയിൽ അധിഷ്ഠിതവുമായ വിശ്വാസ പാഠമാണ് ഹൈന്ദവികതയും ഭാരതീയതയുമെന്ന് ആധുനിക കാലത്ത് പോലും പലരും ധരിച്ചു വെച്ചു. പണ്ടേ സ്ഥാപിച്ചെടുത്ത ആ മേധാശക്തിയിലാണ് എണ്ണത്തിൽ ന്യൂനപക്ഷമായ ബ്രാഹ്മണർ മറ്റു ജനവിഭാഗങ്ങളുടെ മേൽ ക്രമേണ ജാതി വ്യവസ്ഥയുടെ ഭാരം വരെയും കയറ്റിവെച്ചത്. അവരുടെ വേദസംബന്ധിയായ അറിവ് അവർ ബ്രാഹ്മണരിലേക്ക് മാത്രമേ പകർന്നിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് വൈദിക മതം ഭാരതം മുഴുവൻ്റെയും മതമോ ദർശന സ്രോതസ്സോ ആകുന്നത്?
സത്യത്തിൽ ബുദ്ധ ജൈന വിശ്വാസങ്ങൾ പ്രാചീന ഭാരതത്തിലെ മിക്കവാറും കാലയളവുകളിൽ പ്രബല സാന്നിധ്യമായിരുന്നു. ഭാരതമെന്ന് വിളിക്കാവുന്ന വിധം ഏകീകൃതമായ ആദ്യത്തെ സാമ്രാജ്യത്തിലേക്ക് തിരിഞ്ഞിറങ്ങി നോക്കിയാൽ ഒരു കാര്യം പിടികിട്ടും. BC 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച മൗര്യവംശത്തിൻ്റെ ആ സാമ്രാജ്യത്തിൽ വൈദിക മതത്തിന് മറ്റുള്ളവരുടെ മേൽ ഏകപക്ഷീയമായ പ്രാമാണ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നില്ലെന്ന്. ഇന്ന് നമുക്കൊപ്പമുള്ള സാത്വികരായ ബ്രാഹ്മണരെ പോലെയായിരുന്നില്ല പഴയ ഭാരതത്തിലെ ബ്രാഹ്മണ്യവാദികൾ. ബുദ്ധവിശ്വാസം സ്വീകരിച്ച അശോക ചക്രവർത്തി പക്ഷി മൃഗബലികൾ നിരോധിച്ചപ്പോൾ തങ്ങളുടെ വരുമാന മാർഗം അടഞ്ഞെന്ന് കണ്ട് ക്രുദ്ധരായി എതിർക്കുകയായിരുന്നു ബ്രാഹ്മണർ. മൗര്യവംശമില്ലാതായത് അവസാന മൗര്യ ചക്രവർത്തിയായിരുന്ന ബൃഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന പുഷ്യമിത്ര ശുങ്കൻ എന്ന ബ്രാഹ്മണൻ വധിച്ച് അധികാരം തട്ടിയെടുത്തതോടെയാണ്. ശുംഗ രാജാക്കന്മാരും പിൻഗാമി വംശങ്ങളും ബ്രാഹ്മണരും ബ്രാഹ്മണാധിപത്യം ഉറപ്പിച്ചവരുമാണ്. ഇവർക്കെല്ലാം ശേഷം ക്രിസ്തുയുഗം 4-ാം നൂറ്റാണ്ടിൽ വന്ന് 6-ാം നൂറ്റാണ്ടിൽ ഇല്ലാതെയായ ഗുപ്തവംശക്കാരുടെ ഭരണം ഭാരതത്തിൻ്റെ സുവർണകാലം എന്നാണല്ലോ അറിയപ്പെടുന്നത്. ആ സാമ്രാജ്യത്തിൽ പോലും ഇന്നത്തെ ഹിന്ദുത്വവാദികൾ പറയുന്ന സമഗ്രമായ ഹൈന്ദവാധിപത്യം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിത ദർശനവും ബ്രാഹ്മണാധിപത്യത്തിൽ ശിക്ഷണപ്പെട്ടതായിരുന്നില്ല. പുരാതന ഭാരതത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും കാര്യം ഇങ്ങനെയായിരുന്നു. ശ്രദ്ധേയമായ മറ്റൊന്നു കൂടിയുണ്ട്. ക്രിസ്തുയുഗത്തിൽ പോലും പ്രബലമായ ഭാരത സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം അയോധ്യയോ മധുരയോ ഒന്നുമായിരുന്നില്ല. ഉത്തർപ്രദേശ് ആയിരുന്നില്ല. ബുദ്ധ സ്വാധീനം നിലനിന്ന ബീഹാറും അവിടുത്തെ പാടലിപുത്രവും ഒക്കെയായിരുന്നു. കാലമേറെ കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണാധിപത്യവും ഇതിഹാസ പുരുഷ പൂജകളും ക്ഷേത്ര ആരാധനയും ഭാരതത്തിലാകെ പടർന്നു. നിരവധി വ്യത്യസ്ത ആരാധന വിഭാഗക്കാരും വിശ്വാസ സമൂഹങ്ങളും അവതാര സങ്കല്പത്തോട് ബന്ധപ്പെട്ട ആരാധന രീതികളിലേക്ക് അറിഞ്ഞും അറിയാതെയും ആകൃഷ്ടരായി. അതിനപ്പുറം ഹിന്ദുത്വം എന്നത് ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മേൽ അവകാശമുള്ള സംസ്കാരമോ രാഷ്ട്രമീമാംസയോ വിശ്വാസ സംഹിതയോ ആയിരുന്നില്ല. എന്തിന്? ഇരുണ്ട ദൈവങ്ങളെ മാത്രം അവർണർക്കു നൽകി സവർണ ദൈവങ്ങളെ ആധിപത്യ വിഭാഗക്കാർ കൈയടക്കി വെക്കുന്നെന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് കേരളത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്കുണ്ടായിരുന്ന ആക്ഷേപമാണ്. ഈ വിവേചനത്തിൽ എവിടെയാണ് സാർവത്രിക ഹൈന്ദവികത? ഹിന്ദു രാഷ്ട്രമെന്ന് പറഞ്ഞപ്പോൾ ഭരണഘടന തിരുത്തി പഴയ മട്ടിൽ ബ്രാഹ്മണ്യവും മതാധിപത്യ പ്രവണതയും നയിക്കുന്ന രാഷ്ട്രം ഉണ്ടാക്കണമെന്നല്ല PC ജോർജ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാവർക്കും സ്വതന്ത്രമായി ഉന്മൂലന ഭീതിയില്ലാതെ ജീവിക്കാവുന്ന ഹൈന്ദവ സംസ്കാരത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹിന്ദു രാഷ്ട്രമെന്ന വാക്ക് ആ ഉദ്ദേശത്തിന് നിരക്കുന്നില്ലെങ്കിലും PC ജോർജിനെ കൊണ്ട് അത് പറയിക്കാൻ കാരണമായ തീവ്ര മുസ്ലിം പ്രവണതകളെ വിട്ടുകളയാനാവില്ല. തങ്ങൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷമായിരുന്നിട്ടും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ചിന്തിക്കാത്തവരാണ് ഹൈന്ദവർ. ഹിന്ദുത്വവാദികളുടെ ദുഷ്ടലാക്കുകൾക്ക് ഇന്നുവരെ തഥാസ്തു പറയാത്തവരാണവർ. അവർ ആർക്കും ഭീഷണിയല്ല. ഹിന്ദുത്വവാദികൾ മാത്രമേ ഭീഷണിയാകുന്നുള്ളൂ. പക്ഷേ ഒരു ചെറു സംസ്ഥാനത്തിനകത്തെ ചെറു ജില്ലയിലുള്ള ആളെണ്ണത്തിൻ്റെ പേരിൽ സ്വന്തം എൻക്ലേവുകളും കാലിഫറ്റ് പോലുള്ള ദേശാധിപത്യങ്ങളും നടപ്പാക്കാൻ വെമ്പി നിൽക്കുന്നവർ തീർച്ചയായും കടുത്ത ഭീഷണിയാണ്. പച്ചപ്പുല്ലിൽ പതുങ്ങി പ്രഹരമേൽപ്പിക്കാൻ തക്കം പാർത്തു കഴിയുന്നവർ, സ്വന്തം സംസ്ഥാനം ആവശ്യപ്പെട്ട് ചുരം മാന്തി തുടങ്ങിയവർ, ഇതര സമുദായങ്ങളെ പെൺകുട്ടികൾക്ക് കെണിയൊരുക്കുന്നവരെ തള്ളിപ്പറയാതെ ദ്രോഹിക്കപ്പെട്ടവരെ ആക്ഷേപിക്കുന്നവർ, നിരന്തരം ക്രിസ്തുവിനെയും ബൈബിളിനെയും വിമർശിക്കുകയും ക്രൈസ്തവർക്കതിന് മറുപടിയില്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് പെൺകുട്ടികളുടെ വിശ്വാസമിളക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന വേദവാദികൾ, ഇവരെയൊക്കെ എല്ലാവരും തിരിച്ചറിയാൻ PC ജോർജിൻ്റെ അമ്ലരസമുള്ള വാക്കുകൾക്കാകാം ചിലപ്പോൾ സഹായിക്കുക. കോവിഡിനെ കുറിച്ചുള്ള 100,000 മുന്നറിയിപ്പ് നൽകിയതിനേക്കാൾ വലിയ നടുക്കമാണ് ഇളം പ്രായക്കാരുടെ കോവിഡ് മരണം സൃഷ്ടിക്കുന്നത്.
രോഗത്തിനും മരണത്തിനും ആരും അതീതരല്ല. എങ്കിലും CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ മകനെ പോലുള്ള ചെറുപ്പക്കാർ ഇരകളാകുന്ന വാർത്ത സമൂഹത്തെ ഏറെ സങ്കടപ്പെടുത്തും. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന തോന്നലാണ് സങ്കടത്തിൻ്റെ മുഖ്യ പ്രേരണ. എന്നാൽ ആ സങ്കടം കടുത്ത രോഷമായി മാറുന്ന സാഹചര്യങ്ങളും നാളുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു. സ്വന്തം കാറിൽ ഒറ്റയ്ക്കാണ് യാത്രയെങ്കിൽ പോലും അത് പൊതു ഇടമാണെന്നും മാസ്ക് നിർബന്ധമാണെന്നും ഡൽഹി ഹൈക്കോടതി വിധിച്ചിരുന്നു. ആ വിധി മറ്റൊരു ഉപരിവിധിയാൽ റദ്ദാക്കപ്പെടുന്നതുവരെ രാജ്യത്തെവിടെയും ആർക്കും ബാധകമാണ്, എത്ര വലിയ ആളായാലും. ഇതനുസരിച്ച് സ്വകാര്യ വാഹനങ്ങളിലെ മാസ്ക് ധരിക്കാത്ത ഏകാന്ത യാത്രികരെയും യാത്രികദ്വയങ്ങളെയും പോലീസ് തടഞ്ഞു നിർത്തുമ്പോൾ ധാർഷ്ട്യത്തോടെ പ്രതികരിക്കുന്ന നിരവധി ചെറുപ്പക്കാരെ രാജ്യം കാണുന്നു. എന്താണ് അവരുടെ ഭാവം? എന്താണ് അവരുടെ ഭാഷ? എന്ത് അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവരുടെ മര്യാദ മറന്ന വാക്കുകളും ആവേശവും ഉശിരിൻ്റെ പ്രകടനവും? അവർ ആ കഴിവുകളും ധർമ്മരോഷവും പ്രകടിപ്പിച്ചില്ലെങ്കിൽ നന്നാകുമായിരുന്ന എത്രയോ മറ്റവസരങ്ങളും ആവശ്യങ്ങളുമുണ്ട്. അടച്ചിട്ട കാർ സ്വകാര്യമാണെന്ന സങ്കല്പം അവരെ പിടികൂടിയിരിക്കുന്നു. ആ സങ്കല്പത്താലോ അഹംബോധത്തിന് ക്ഷതം സംഭവിച്ചെന്ന തോന്നലാലോ അവർ നിയമപാലകരോട് കോപം കൊള്ളുന്നു. അവർ വെല്ലുവിളിക്കുന്നു. കാർ അടച്ചിട്ടിരിക്കുന്നെന്നത് സാങ്കേതികമായി പറഞ്ഞാൽ യാത്രികനു മാത്രം ബോധ്യമുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ നിയമത്തിന് ബോധ്യമോ ഉറപ്പോ ഇല്ല. യാത്രികന്റെ ഉറപ്പ് അഥവാ യാത്രികൻ വാഹനം പൂട്ടിയിരിക്കും എന്നത് സങ്കല്പമാക്കിയല്ല നിയമപാലനം നടക്കേണ്ടത്. അക്കാരണം കൊണ്ട് തന്നെ പോലീസിനെ വെല്ലുവിളിക്കുന്നവർ ജനങ്ങളുടെ സുരക്ഷ അവകാശത്തെയാണ് വെല്ലുവിളിക്കുന്നത്. റോഡിലെ ക്രോധം ശിക്ഷാർഹമാക്കാൻ നിയമം ആവശ്യമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഏതാനും ആഴ്ച മുമ്പാണ്. ആ നിയമ തത്വത്തിലേക്ക് പോയില്ലെങ്കിലും കോവിഡിനെതിരെ ലോകമൊന്നാകെ നടത്തുന്ന ജീവൻ മരണ യുദ്ധത്തെ നിസ്സാരമാക്കുന്നത് കുറ്റകരമാണ്. രോഗബാധയുടെ ഭയാനകമായ അവസ്ഥയും സാധ്യതയും ഇത്രയേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അധികാരികളുടെ തുടർച്ചയായ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തവർ എങ്ങനെയാണ് സമൂഹ നിർമ്മിതിയിൽ സഹകാരികളാകുന്നത്? രോഗപകർച്ച തീവ്രവും മരണസാധ്യത ഉയർന്നതുമാകുന്ന രണ്ടാം ഘട്ടത്തിൽ പോലും സാമൂഹിക നിയന്ത്രണങ്ങൾ പാലിക്കാൻ തയ്യാറല്ലാത്തവരെ നയിക്കുന്ന മനോനില നിശ്ചയമായും പഠനം അർഹിക്കുന്നുണ്ട്. അലംഭാവത്തിൻ്റെ അവസ്ഥാന്തരം മാത്രമാണോ അതെന്നറിയുക പ്രയോജനകരമായേക്കാം. ഇനിയും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാത്തവൻ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. രണ്ടാം ഘട്ടത്തിന് ശേഷം മടങ്ങിക്കൊള്ളാമെന്നോ ഇനിയും ഒരു ജീവനും താൻ അപഹരിക്കില്ലെന്നോ കൊറോണ വൈറസ് ആർക്കും ഉറപ്പ് നൽകിയിട്ടില്ല. അതിനാൽ പഴയ വഴികൾ തിരുത്താൻ എളിമയോടെ തയ്യാറാകുന്നില്ലെങ്കിൽ അയവില്ലാത്ത പ്രഹരങ്ങൾ അകലത്തല്ലെന്ന് കൊറോണ തന്നെയാകും നമ്മളെ പഠിപ്പിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി എന്നതിനു പകരം പരിഭ്രാന്തി വേണ്ട, പക്ഷേ ഭയവും ജാഗ്രതയും വേണം എന്നുകൂടി ആയേക്കാം ആ പഠിപ്പിക്കൽ. ചില വിദ്യാഭ്യാസ ചിന്തകർ ഇതിനകം അത് പറഞ്ഞു കഴിഞ്ഞു. രാജ്യത്തെ സർക്കാരുകൾ നഷ്ടമാക്കിയ വലിയൊരു അവസരത്തിൻ്റെ കാര്യം എങ്കിലും വൈകിപ്പോയിട്ടില്ല. വിദ്യാഭ്യാസ പദ്ധതിയിൽ കൊണ്ടുവരേണ്ടിയിരുന്ന ഒരു അത്യാവശ്യ മാറ്റത്തെക്കുറിച്ചാണ് പരാമർശം. കുട്ടികളെ ചുമടുവാഹികളാക്കി കഷ്ടപ്പെടുത്തിയിരുന്ന പഠന സമ്പ്രദായത്തിൽ നിന്നുള്ള മാറ്റം. ആണ്ടുപിറപ്പ് മുതൽ ആണ്ടറുതി വരെ മുതുകിൽ ഒരേ പുസ്തകഭാരം പേറി കുട്ടികൾ നടന്നിരുന്നതാണ് പഴയ കാഴ്ച. കോവിഡിൻ്റെ ആഗമനത്തോടെ അതില്ലാതായെങ്കിലും അതിൻ്റെ ഓർമ്മ നീങ്ങിപ്പോയിട്ടില്ല. ചൂണ്ടിക്കാട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ആ പീഡനത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു. പുസ്തകഭാരം കുറയ്ക്കാനും അതിനായി പുസ്തകങ്ങൾ വിഭജിക്കുകയെന്ന സാധ്യത പരിശോധിക്കാനുമൊക്കെ നിർദ്ദേശമുണ്ടായത് അതേ തുടർന്നാണ്. പുസ്തകഭാരം കുറയ്ക്കുന്നത് വഴി കുട്ടികളുടെ കായിക ക്ലേശവും ദുരിതവും നീക്കാനുള്ള വഴി തന്നെ. എന്നാൽ അതിനൊപ്പം ആവശ്യമായ മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു. പുസ്തകക്കെട്ടു മാത്രമല്ല, ഒഴിച്ചു മാറ്റാവുന്ന പഠനഭാരം കൂടി മാറ്റുക എന്നത്.
നിരന്തരമായ മൂല്യനിർണയ സമ്പ്രദായത്തിലൂടെ അത് സാധ്യമാക്കാമെന്ന നിർദ്ദേശം നിലവിലുണ്ട്. ഓരോ സമയഘട്ടത്തിലും പഠിക്കേണ്ടതും ഓർമ്മിച്ചു വെക്കേണ്ടതുമായ പാഠ്യഭാഗം ക്ലിപ്തപ്പെടുത്തിയാൽ അനാവശ്യ ഭാരം ഒഴിവാകുമല്ലോ. ആദ്യം പരീക്ഷിച്ച അറിവ് പാടെ ഒഴിവാക്കണമെന്നില്ല. എന്നാൽ അതേപടി തന്നെ പിന്നീടുള്ള ഘട്ടങ്ങളിലും പരീക്ഷിക്കേണ്ടതുമില്ലല്ലോ. അതിനു പകരം ആ അറിവ് പ്രയുക്ത രൂപത്തിൽ ഉൾപ്പെടുത്താവുന്നതേയുള്ളൂ. അങ്ങനെ പാഠ്യഭാഗങ്ങൾ നവീകരിച്ചാൽ അനാവശ്യ പഠനഭാരം ഒഴിവാകും. നിരന്തര മൂല്യനിർണയം ഉള്ളതിനാൽ ജ്ഞാനനിർമ്മാണവും ജ്ഞാനസമ്പാദനവും ആവശ്യമാകുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് ഉചിതമായ പദ്ധതി നിർദ്ദേശിക്കേണ്ടത് വിദ്യാഭ്യാസ വിദഗ്ധരാണ്. എന്നാൽ അതിനായി വാതിൽ തുറക്കേണ്ടത് സർക്കാരുകൾ തന്നെയാണല്ലോ. കോണ്ടാക്ട് ക്ലാസുകളുടെയും മുഖാമുഖ ജ്ഞാനവിനിമയത്തിൻ്റെയും സാധ്യത അടുത്തെങ്ങുമില്ലാത്ത ഇപ്പോഴത്തെ സാഹചര്യം മാറ്റം ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ്. തിരക്ക് പിടിച്ചുള്ള തീരുമാനവും നടപടിയും ആവശ്യമില്ല. എങ്കിലും ചിന്തിക്കേണ്ടുന്ന സാഹചര്യം മുന്നിലുണ്ട്. കൊറോണ കാലം അതിനെ പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ ചിന്തകരും വിദഗ്ധരുമാണ് ആലോചിക്കേണ്ടത്. കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച.